എല്ലാ കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ? ഭാമിക ഷിബി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ അധികം കുക്കിംഗ് വീഡിയോ തന്നെയാണ് ചെയ്യുന്നത്. ഇന്നും അതുപോലെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളി ഒരു മോര് കറിയാണ്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാന്ന് കണ്ടാലോ? അതിന് മുമ്പായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും കമന്റും ചെയ്യാനും ആരും മറക്കരുത്. നമ്മളിടുന്ന വീഡിയോസ് ഒക്കെ അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്താനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് നല്ല ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത്. അപ്പൊ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അരപ്പിന് ആവശ്യമുള്ള സാധനങ്ങളാണ് തേങ്ങ, കുറച്ച് ചെറിയ ജീരകം, ഒരു കഷ്ണത ഒരു ഇത്ര വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി വേണം. പിന്നെ നമ്മൾ എരിവ് അനുസരിച്ചിട്ട് പച്ചമുളക്, ഞാൻ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഉള്ളി ഒന്നും ചേർത്ത് കൊടുക്കരുത്. ചെറിയുള്ളി, വെല്ലുള്ളി, വെളുത്തുള്ളി അങ്ങനത്തെ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. നമ്മൾ മോരുകറി ഉണ്ടാക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ ഉള്ളി ചേർക്കാറുണ്ട്. ഉള്ളി ചേർക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോൾ അതിലിങ്ങനെ വെള്ളം ഇങ്ങനെ പൊന്തി വരും. ഉള്ളിയൊന്നും ചേർക്കാതെ മോരുകറി ഉണ്ടാക്കി നല്ല കുറുകി നല്ല കട്ടിയോട് കൂടി തന്നെ ഇരിക്കും. പിന്നെ നമുക്ക് മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചേനയും പിന്നെ വെള്ളരിക്കയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വെള്ളരിക്ക വേണമെങ്കിൽ കുമ്പളങ്ങ എടുക്കാം. ഈ ചേന ഇടുന്ന കൂട്ടത്തിൽ നമുക്ക് പച്ചക്കായ വേണമെങ്കിൽ ഇടാം, മുരിങ്ങക്കായ വേണമെങ്കിൽ ഇടാം. ഒക്കെ നിങ്ങളെ ഇഷ്ടം ഏത് കഷ്ണം കൂടെ ചേർക്കണം എന്നുള്ളത്. മോരുകറി ഉണ്ടാക്കുമ്പോൾ അധിക കഷ്ണങ്ങളൊക്കെ അതിന്റെ കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാം കൂടെ ഒരുമിച്ചിടരുത്, ഏതെങ്കിലും ഒരു കഷ്ണം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ചേനി പിന്നെ വെള്ളരിക്കും കൂടിയാണ്. നമുക്ക് ആവശ്യത്തിന് തൈര് വേണം. ഞാനിപ്പോൾ ഒരു വലിയൊരു ഗ്ലാസ് നിറച്ച് തൈര് എടുത്തിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ തൈരല്ല, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കുന്നത് നല്ല കട്ട തൈരാണ്. അത്യാവശ്യം പുളിയൊക്കെ ഉള്ള ഒരു തൈരാണ്. ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതാ കുക്കറിലേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. കുക്കറിലോ അല്ലെങ്കിൽ ചട്ടിയിലോ ഇട്ട് വേവിക്കുക. ചേനയൊക്കെ കുറച്ച് വേവുള്ള ഒരു കഷ്ണമായത് കൊണ്ടായിട്ട് ഞാൻ കുക്കറിലിട്ട് വേവിക്കുന്നത്. നമുക്ക് ചേനയും വെള്ളരിക്കയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല കഴുകിയിട്ട് നമ്മൾ പാത്രത്തിലാക്കി വെച്ചതാണ്. നമ്മളൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉപ്പ് ചേർക്കണ്ട. ഉപ്പ് ചേർത്ത് ചിലപ്പോൾ ചേന വെന്ത് കിട്ടൂല. അപ്പൊ നമ്മൾ കഷ്ണം വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു 2 വിസിലടുപ്പിച്ചെടുക്കുക. നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 വിസിൽ അടുപ്പത്ത് വെച്ചിട്ട് അടുപ്പിച്ചെടുക്കാം. ഇവിടെ ഇരുന്നിട്ടൊന്ന് വെന്ത് വരട്ടെ. കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. തേങ്ങയും ജീരകവും ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരിഞ്ഞെടുക്കണം. നമ്മൾ ചതഞ്ഞ പോലെ ആക്കിയിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ തൈര് കൂട്ടിയിട്ട് അരയ്ക്കാറുണ്ട്. അങ്ങനെ ഞാൻ തൈര് കൂട്ടിയിട്ട് അരയ്ക്കുന്നില്ല. നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് ഞാൻ അരച്ചെടുക്കുന്നത്. തൈര് കൂട്ടി അരയ്ക്കുമ്പോൾ നമുക്ക് തേങ്ങ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. തൈര് പിരിഞ്ഞു പോകില്ലേ, അതുകൊണ്ട് നമ്മൾ തിളപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. കുറച്ച് വെള്ളം കൂട്ടിയിട്ട് അരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഈ അരപ്പൊക്കെ കഷ്ണത്തിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടും. നമുക്ക് ലാസ്റ്റ് തൈര് ഒഴിച്ചു കൊടുത്താൽ മതി. തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ മഷി പോലെ നമ്മൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ. നമ്മുടെ ചേനയും വെള്ളരിക്കയും കൂടെ കുക്കറിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മളൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ അടുപ്പത്ത് വെച്ചിട്ട് അരപ്പൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ നേരത്തെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പൊ നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് തൈര് ഒഴിച്ചിട്ട് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ചേനയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചേന കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ വെന്ത് വേണം. ഉടഞ്ഞു പോകരുത്, എന്നാലും വേവും ചെയ്യണം. അങ്ങനത്തെ ഒരു രീതിക്കാണ് കേട്ടോ വേവാന്. വെള്ളരിക്ക ഒരു പാകത്തിനുള്ള ഒരു വേവ് മതി. നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോകരുത്. നമ്മളെ കഷ്ണങ്ങളൊക്കെ ചട്ടിയിൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിത് അരപ്പൊഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഏകദേശം ഒരു കുറുകിയ ഒരു പരിവായിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തേക്കാം. ഇനി
ഇതൊന്ന് ഇവിടെ ഇരുന്നിട്ട് ഒരു മൂടി തുറന്ന് വെച്ചിട്ട് നമുക്ക് കുറച്ചേരം വെക്കാം. അപ്പൊ ഇതൊന്ന് ഇതിന്റെ ആവിയൊക്കെ പോയി തളയൊക്കെ നിന്ന് കുറച്ച് നന്നായിട്ടൊന്ന് തണുത്ത് എന്ന് പറഞ്ഞാല് പറ്റ ചൂട് ഇങ്ങനെ പോയി പോവരുത്. എന്നാൽ ഈ ആവിയൊക്കെ പോയി നന്നായിട്ടൊന്ന് തണുത്തും വരണം. അങ്ങനത്തെ ഒരു പരിവാകുമ്പോൾ നമുക്ക് വേണം ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പൊ ഒന്നത് ഇവിടെ ഒന്ന് തണുക്കട്ടെ. നമ്മുടെ കറി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തൈര് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പൊ ഈ ഒരു ഗ്ലാസ് തൈര് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് പാകത്തിനുള്ള പുളിയുള്ളൂ കേട്ടോ. പുളി കൂടുതലാണെങ്കിൽ പകുതി തൈര് ഒഴിച്ചു കൊടുത്താൽ മതിയേ. നമ്മ തേങ്ങ വെച്ചിട്ടുള്ള കറി ഒരു കുറുകിയൊരു പോലെയാണ്. അപ്പൊ നമുക്ക് ആവശ്യത്തിന് ഒരു പാകത്തിന് വെള്ളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൈര് ഒന്ന് തിരിക്കല്ല, കുറച്ച് നന്നായിട്ട് തന്നെ ഒരു വെള്ളം പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അടിച്ചെടുത്തിട്ടാണ് അതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. കറി ഏകദേശം ഒന്ന് ചൂട് പോയി തണുത്തൊരു രീതിക്കായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് നല്ല വെള്ളം പോലെ ആക്കിയിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. കറി തൈരൊക്കെ ഒഴിച്ചിട്ട് പാകത്തിന് ഒരു കട്ടി നമുക്ക് ചോറിന് കൂട്ടാൻ പാകത്തിനാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വറവ് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതാ വറവ് ഇടാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാൻ വേണ്ടിയിട്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടട്ടെ. ഇവിടെ അടുക്കളയിൽ പൊട്ടിത്തെറി ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് കടുകും കറിവേപ്പിലയും. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. മോരിയിൽ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കരുത്. ഉലുവൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കട്ടെ. ഈ വറവിലേക്ക് നമുക്കൊരു മഞ്ഞ കളറ് മോര് കറിയാണ് വേണ്ടതെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കണ്ട. ഇത് മുളക് പൊടി ചേർത്ത് മഞ്ഞയും ഒരു ചുവപ്പും ചേർന്നൊരു കളർ ആയിക്കോട്ടെ. കറിക്ക് നല്ല രസമാണ് കളർ കാണാൻ. നമുക്കിതാ വറവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതാ വറവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതപ്പൊ കണ്ടില്ല, ഒരു മഞ്ഞയും ഒരു ചുവപ്പും കൂടി ചേർന്ന ഒരു കളറാട്ടാ നമ്മുടെ മോര് കറിക്ക്. ഇങ്ങനത്തെ കളറാണ് കുറച്ച് കാണാൻ നല്ലൊരു ഭംഗിയില്ലേ കളറ്. നമ്മുടെ നല്ല കുറുകിയ നല്ല ടേസ്റ്റ് ഉള്ള മോരുകറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ മോരുകറി ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒരു വട്ടം ഉണ്ടാക്കി നോക്കാം. നമ്മളെപ്പോഴും കുമ്പളങ്ങയൊക്കെ ആണെങ്കിൽ സ്വന്തം ഇട്ടിട്ട് നമ്മള് അത് ഒറ്റ കഷ്ണമായിട്ട് നമ്മൾ മോരുകറി വെക്കാറുണ്ട്. അതിന്റെ കൂടെ ഇങ്ങനെ ചേനയോ പച്ചക്കറിയോ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് മോരുകറിക്ക്. അപ്പൊ സദ്യ സ്റ്റൈൽ മോരുകറിയാണിത്. ഇതൊരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും കമന്റ് ചെയ്യണം. ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.